ഹായ് വെൽക്കം ടു ബൾബ് ആൻഡ് ബീക്കർ യൂട്യൂബ് ചാനൽ. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മീറ്റർ ബോർഡിനെ കുറിച്ചും ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനെ കുറിച്ചിട്ടുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മീറ്റർ ബോർഡിലും ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലും ഉണ്ടാകുന്ന കോമ്പണൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഇന്റേണൽ വയറിങ്സിൻ്റെ കേബിൾസിനെ കുറിച്ചും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, വയേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഒരു ഹൗസ് ആവട്ടെ, ഒരു ബിൽഡിംഗ് ആവട്ടെ, അതിൽ ഇന്റേണൽ വയറിങ്സിൽ ഉപയോഗിക്കേണ്ട കേബിൾസ്, അതിൻ്റെ സ്പെസിഫിക്കേഷന്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ആ കേബിൾസിലേക്ക് നമ്മൾ പവർ അല്ലെങ്കിൽ സപ്ലൈ, ഇലക്ട്രിസിറ്റി അതിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്, ആ ബിൽഡിങ്ങിലേക്ക് സപ്ലൈ എത്തിക്കുന്നത് എങ്ങനെയാണ്, ഡയറക്റ്റ് ആയിട്ട് ആ വയറിലേക്ക് കൊടുക്കുകയാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സപ്ലൈ എത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്തിന് നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്നാ പറയാം, അല്ലെ? അപ്പൊ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സ്റ്റേഷനിൽ നിന്നും ട്രാൻസ്മിഷൻ ലൈൻ വഴി ആര് സപ്ലൈ ചെയ്യും? ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ ലൈൻ വഴി ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക്. ഡിസ്ട്രിബ്യൂഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും ഈ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഈ നമ്മുടെ കൺസ്യൂമേഴ്സിന്, അതായത് ഹൗസസിന്, ബിൽഡിങ്സിന്, ഇൻഡസ്ട്രീസിലൊക്കെ സപ്ലൈ ചെയ്യുന്ന ആ ഒരു സെക്ഷനെയാണ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ എന്ന് പറയുക. ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിൽ ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും നേരെ ഇലക്ട്രിസിറ്റി എങ്ങോട്ടേക്കാണ് പോവുക? ഡിസ്ട്രിബ്യൂഷൻ സെഷനിലേക്കാണ് പോവുക. അപ്പോൾ ജനറേഷൻ നടന്നു, അതിൻ്റെ ഇടയിൽ ജനറേഷൻ നടന്നു, ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, ട്രാൻസ്മിഷൻ ലൈൻ വഴി നേരെ എങ്ങോട്ടേക്ക് എത്തും? ഡിസ്ട്രിബ്യൂഷൻ സെഷനിലേക്ക് എത്തും. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ സെഷൻ. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വഴിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ട്രാൻസ്ഫോമർ കണ്ടിട്ടില്ലേ? അതാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സെഷനിലുള്ള ഒരു കോമ്പണൻ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഓക്കെ, അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് എത്തി. അപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്മിഷൻ ലൈൻ വഴി സബ്സ്റ്റേഷനിലൊക്കെ പോയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സബ്സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. ജനറേറ്റിംഗ് സ്റ്റേഷൻ നേരിട്ട് നമ്മൾ റോഡ് സൈഡിലെ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുകയല്ലേ ചെയ്യുക. ജനറേറ്റിംഗ് സ്റ്റേഷനിൽ സബ്സ്റ്റേഷൻ വഴി, സബ്സ്റ്റേഷൻ എന്നാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ കൊടുക്കുക. അതായത് ജനറേറ്റ് ചെയ്യുന്നിടത്ത് ഡയറക്റ്റ് സപ്ലൈ ഇല്ല, അവിടുന്ന് സബ്സ്റ്റേഷനിലേക്ക് കൊടുത്ത് സബ്സ്റ്റേഷൻ വഴിയാണ് ആ പിന്നെ നമ്മുടെ ഈ പവർ പിന്നെ സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ചെയ്ത് സബ്സ്റ്റേഷൻ വഴി എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് കൊടുത്തു. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണ് നമുക്ക് എന്ത് ചെയ്ത് ഹൗസിലേക്കും കൺസ്യൂമേഴ്സിനൊക്കെ അല്ലെങ്കിൽ ബിൽഡിങ്ങിലേക്ക്, ഇൻഡസ്ട്രിയിലൊക്കെ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണ് കൊടുക്കുക. നിങ്ങൾ റോഡ് സൈഡിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്നും നമുക്ക് എത്ര ലൈന് പുറത്തേക്ക് വരുന്നുണ്ടാവും? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റോഡ് സൈഡിലൂടെ 4 ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടാവും, അല്ലെ? 3 ഫേസ് സിസ്റ്റമാണ്. ആർ, വൈ, ബി ആൻഡ് ന്യൂട്രൽ, അല്ലെ? ഇങ്ങനെ 4 ലൈന് പോകുന്നുണ്ടാവും. ആർ, വൈ, ബി, ന്യൂട്രൽ, 4 ലൈന് റോഡ് സൈഡിലൂടെ നമ്മൾ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. മൗണ്ടഡ് പോൾ എന്ന് പറഞ്ഞാൽ പോസ്റ്റിലൂടെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. ഈ 4 ലൈനിൽ നിന്നും സിംഗിൾ ഫേസ് സപ്ലൈ ആണ്. നമ്മൾ നോർമലി ഒരുവിധം വീടുകളിലൊക്കെ സിംഗിൾ ഫേസ് ആണുള്ളത്. 3 ഫേസ് സപ്ലൈ ഉള്ള വീടുകളുണ്ട്. നമ്മളിപ്പോൾ സിംഗിൾ ഫേസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് എന്താ വരിക? ഈ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ റോഡ് സൈഡിലൂടെ പിന്നെ പോസ്റ്റ് അല്ലെങ്കിൽ പോളിലൂടെ വരുന്ന ആ 3 ഫേസ് അല്ലെങ്കിൽ 4 വയർ ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ നിന്ന് 2 വയർ, ഒരു ഫേസും ഒരു ന്യൂട്രലും. ഓക്കെ, ഒരു ഫേസും ന്യൂട്രലും. അപ്പോൾ ഫേസ്, അതേപോലെ ഒരു ഫേസ്, അതേപോലെ ഒരു ന്യൂട്രൽ. ഓക്കെ, ഫേസ് ന്യൂട്രൽ എന്ത് ചെയ്യുക അറിയോ? ഒരു പോസ്റ്റ് നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു 35 മീറ്റർ, അതാണ് അതിൻ്റെ ഒരു ലെങ്ത് പറയുന്നത്. 35 മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് നമ്മളെ വീട്ടിൽ നിന്നും 35 മീറ്റർ ഉള്ളിലായിട്ട് ഒരു പോസ്റ്റ് ഉണ്ടാവും, അല്ലെ പോൾ ഉണ്ടാവും. ഓക്കെ, ഈ പോസ്റ്റിൽ നിന്നും 35 മീറ്റർ ഉള്ളിൽ, 36 മീറ്റർ ആണെങ്കിൽ 2 പോസ്റ്റ് വെക്കണം എന്നാണ് അതിൻ്റെ കണക്ക്. ഓക്കെ, 35 മീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ 35 മീറ്ററുള്ള പോസ്റ്റിലേക്ക് ഒരു ഫേസും ഒരു ന്യൂട്രലും എത്തിയിട്ടുണ്ടാവും. ആ പോസ്റ്റിൽ നിന്നും ഫേസ് ന്യൂട്രൽ നമ്മൾ നേരെ എടുക്കും. ഓക്കെ, ഒരു കേബിൾ വഴി ഫേസ് ന്യൂട്രൽ എടുത്ത് നേരെ നമ്മൾ എനർജി മീറ്റർ, ഓക്കെ, നമ്മളെ വീട്ടിൽ
പുറത്തുണ്ടാവും എനർജി മീറ്റർ. എനർജി മീറ്റർ എന്താണെന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, എനർജി മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എനർജി മെഷർ ചെയ്യാനുള്ള ഒരു കോമ്പോണന്റ് ആണ്, എക്യുപ്മെന്റ് ആണ്. അപ്പോൾ എനർജി മീറ്ററിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ 35 മീറ്റർ ഉള്ളിലുള്ള ഒരു പോസ്റ്റിൽ നിന്നും നേരെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഫേസും ന്യൂട്രലും എടുത്തിട്ട് എനർജി മീറ്ററിൽ കൊടുക്കും. അത് ഓവർഹെഡ് ആയിട്ടും, അതായത് മുകളിൽ കൂടെ 2 ലൈൻ വലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആയിട്ടും, ഇപ്പോൾ പല വീടുകളിലും അണ്ടർഗ്രൗണ്ട് ആയിട്ടും ഈ കേബിൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ 35 മീറ്റർ ഉള്ളിലുള്ള പോസ്റ്റിൽ നിന്നും ഫേസും ന്യൂട്രലും സിംഗിൾ ഫേസ് ആണെങ്കിൽ, ഓക്കെ, ഫേസ് ന്യൂട്രൽ 3 ഫേസ് ആണെങ്കിൽ 4 വയർ വരും, ഫേസ് RYB, ദെൻ 3 ഫേസും ഒരു ന്യൂട്രലും വരും. സിംഗിൾ ഫേസ് ആവുന്ന സമയത്ത് ഒരു ഫേസും ന്യൂട്രലും ആ പോസ്റ്റിൽ നിന്നും 2 വയർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടാവും. എന്നിട്ട് അത് എനർജി മീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും. ആ വയറിനെയാണ് നമ്മൾ സർവീസ് വയർ അല്ലെങ്കിൽ സർവീസ് ലൈൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതായത് ഇൻസുലേറ്റ് ചെയ്ത, സാധാരണ നമ്മൾ ലൈനൊക്കെ കണ്ടോ അലൂമിനിയം കേബിൾസ് ആണ് ഉപയോഗിക്കുന്നത്, അലൂമിനിയത്തിന്റെ ഒരു കണ്ടക്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതെന്താണ്, ഇൻസുലേറ്റ് ചെയ്ത ഈ സർവീസ്, അതായത് നമ്മുടെ പോസ്റ്റിൽ നിന്നും എനർജി മീറ്ററിലേക്ക് വരുന്ന ഈ സർവീസ് വയർ ഇൻസുലേറ്റ് ചെയ്ത കേബിൾ ആയിരിക്കും. അത് ഏത് ടൈപ്പ് കേബിളും നമ്മൾ ഉപയോഗിക്കാം. സോ ഇൻസുലേറ്റ് ചെയ്ത ഈ കേബിൾ, സർവീസ് വയർ എന്ന് പറഞ്ഞാൽ 2 വയർ ഫേസ് ന്യൂട്രൽ നേരെ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ വീട്ടിലേക്ക്. അത് സെപ്പറേറ്റ് ഇങ്ങനെ 2 ലൈൻ ഇങ്ങനെ കൊണ്ടുവരുന്നതിന് പകരം ഇൻസുലേറ്റ് ചെയ്ത കേബിൾ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുമിച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുവരാം. ഇൻസുലേറ്റ് ചെയ്ത കേബിൾ ആകുമ്പോൾ രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ഒരു വിടുത്തൊക്കെ വെച്ച് കൊണ്ടുവരണം ആവശ്യം. ബെയർ കണ്ടക്ടേഴ്സ് ആകുമ്പോഴാണ് ഒരു പർട്ടിക്കുലർ വിടുത്തൊക്കെ നമ്മൾ അതിന് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഇൻസുലേറ്റ് ചെയ്ത കേബിൾ ആയതുകൊണ്ട് പോസ്റ്റിൽ നിന്നും നമ്മുടെ ഈ സർവീസ് ലൈൻ നേരെ എനർജി മീറ്ററിലേക്ക് കൊടുക്കും. ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ള കണക്ഷൻ ഞാൻ ഈ ബോർഡിൽ പറയുന്നതിനേക്കാൾ നല്ലത് സ്ലൈഡായിട്ട് പറയാം. അപ്പോൾ ഈ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലും അതേപോലെ മീറ്റർ ബോർഡിലും നമ്മൾ ഈ എനർജി മീറ്റർ കണക്ട് ചെയ്ത ആ ബോർഡിനാണ് മീറ്റർ ബോർഡ് എന്ന് പറയുക. അവിടെ എനർജി മീറ്റർ ഉണ്ടാവും, അതേപോലെ ഫ്യൂസ് ഉണ്ടാവും, മെയിൻ സ്വിച്ച് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് നേരെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് കൊടുക്കും. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെയാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന കോമ്പണൻസ് ഏതൊക്കെയാണ് അത് സ്ലൈഡ് വെച്ചിട്ട്, പിന്നെ അതിനുള്ള കണക്ഷൻ എങ്ങനെയാണ് പോകുന്നത്, നമ്മൾ ഈ വരുന്ന ഫേസ് ന്യൂട്രലും എങ്ങനെയാണ് മീറ്റർ ബോർഡ് വഴി ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് കണക്ഷൻ പോകുന്നത്, അവിടെ നിന്ന് എങ്ങനെയാണ് ഉള്ളിലേക്ക് സപ്ലൈ പോകുന്നത് എന്നുള്ളത് ആനിമേഷനായിട്ട് അല്ലെങ്കിൽ സ്ലൈഡായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. നമുക്ക് ആദ്യം മീറ്റർ ബോർഡിലെയും ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലെയും കോമ്പണൻസ് സെപ്പറേറ്റ് ആയിട്ട് നോക്കിയിട്ട് സർക്യൂട്ട് കണക്ഷൻ നോക്കാം. അതായത് മീറ്റർ ബോർഡിലെ കോമ്പണൻസ് പറയുന്നത് 3 എണ്ണമാണ്. ഒന്ന് എനർജി മീറ്റർ, രണ്ടാമത്തത് ഫ്യൂസ്, മൂന്നാമത്തത് മെയിൻ സ്വിച്ച്. അതിൽ ഓരോന്നും ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് എനർജി മീറ്റർ. അപ്പോൾ എനർജി മീറ്ററിന്റെ ഫിഗർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട് അല്ലേ. അപ്പോൾ എനർജി മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും എനർജി മീറ്റർ എന്ന് പറഞ്ഞാൽ, ദ ഡിവൈസ് ദാറ്റ് മെഷർ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ് ബൈ ദ റെസിഡൻസ് ഓർ ബിൽഡിംഗ്. ഒരു റെസിഡൻസിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിലോ കൺസ്യൂം ചെയ്ത എനർജിയുടെ എമൗണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് എനർജി മീറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഫ്യൂസ് അല്ലേ, നമ്മൾ ഫെമിലിയർ ആണ്. ഫ്യൂസിന്റെ ഫിഗർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അതായത് ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി ഡിവൈസ് ആണ് ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം ഓവർ അല്ലെങ്കിൽ എക്സസീവ് കറണ്ട് വരികയാണെങ്കിൽ അതിന്റെ ചൂട് കാരണം ആ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് ബ്രേക്ക് ആവും. അങ്ങനെ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്താണ് മെയിൻ സ്വിച്ച്. അപ്പോൾ മെയിൻ സ്വിച്ചും ഫ്യൂസും ഒന്നുകിൽ ഒറ്റ യൂണിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടോ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒറ്റ യൂണിറ്റ് ആയിട്ടാണെങ്കിൽ അതിനെ അയൺ ക്ലാഡ് സ്വിച്ച് എന്ന് പറയുന്നു. ഇതൊരു അയൺ ബോക്സിന്റെ ഉള്ളിലാണ് ഫിക്സ് ചെയ്യുന്നത്, ഈ മെയിൻ സ്വിച്ചും ഫ്യൂസും ഫിക്സ് ചെയ്യുന്നത്. സിംഗിൾ ഫേസ് ആണെങ്കിൽ സിംഗിൾ ഫേസ് 2 വയർ സിസ്റ്റം യൂസ് ചെയ്യുന്ന അയൺ ക്ലാഡ് സ്വിച്ച് ആണ് ഡബിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ച് എന്ന് പറയും. ഡബിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ച്. ഇനി 3 ഫേസ് ആണെങ്കിൽ 3 ഫേസ് 3 വയർ സിസ്റ്റമിൽ യൂസ് ചെയ്യുന്നതാണ് ട്രിപ്പിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ച്. അതേപോലെ 3 ഫേസ് 4 വയർ സിസ്റ്റം ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന സ്വിച്ചാണ് ട്രിപ്പിൾ പോൾ വിത്ത് ന്യൂട്രൽ ലിങ്ക് അയൺ ക്ലാഡ് സ്വിച്ച് എന്ന് പറയും. ഇനി ഇതിൽ ഡബിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ചിന്റെയും ട്രിപ്പിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ചിന്റെയും ഫിഗർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇനി അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലെ കോമ്പണൻസ്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലെ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോമ്പണന്റ് ആണ് RCCB എന്ന് പറയും, റെസിഡ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയും. അപ്പോൾ ഇത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സേഫ്റ്റി മെഷറാണ് അല്ലെങ്കിൽ ഡിവൈസ് ആണ്. ഇതിന് പകരം നമുക്ക് ELCB ഉപയോഗിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മൾ RCCB ആണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ RCCB ആണ് കൂടുതൽ കറണ്ട് ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിവൈസ്. അപ്പോൾ ELCBക്ക് പകരം നമ്മൾ RCCB ആണ് ഉപയോഗിക്കുക. ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അടുത്ത കോമ്പണന്റ് ആണ് ഐസൊലേറ്റർ എന്ന് പറയും. പേരിൽ തന്നെ ഉണ്ട് ഐസൊലേറ്റ് ചെയ്യുക. അതായത് ഒരു പോർഷൻ ഓഫ് ദ സർക്യൂട്ടിനെ അടുത്ത പോർഷനിൽ നിന്നും അല്ലെങ്കിൽ ബാക്കി പോർഷനിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐസൊലേറ്റർ ഉപയോഗിക്കുന്നത്. മെയിൻലി സേഫ് മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഐസൊലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്.
ഇതിന് പകരം നമ്മൾ DPMCBയും ഉപയോഗിക്കാറുണ്ട് ഐസൊലേറ്റേഴ്സിന് പകരം. ഇനി മൂന്നാമത്തെ കോമ്പണന്റ് ആണ് MCB. ഓക്കെ, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അതിൻ്റെയൊക്കെ ഫിഗർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അതായത് MCB എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഡ്യൂറിങ് അബ്നോർമൽ കണ്ടീഷൻ. അതായത് ഒരു അബ്നോർമൽ കണ്ടീഷൻ ആയത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫ് ആയിട്ട് പോകും. ഓക്കെ, ഇതൊക്കെ നമ്മൾ വീട്ടിൽ കണ്ടിട്ടുണ്ട്. കൂടാതെ ഒരു സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഓഫ് ആക്കാനും നമ്മൾ MCB ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യാറുള്ളത്. ഇനി വീടുകളിലാണെങ്കിൽ നമ്മൾ MCB ആണ് ഉപയോഗിക്കാറുള്ളത്. ഇനി ഹയർ ലോഡുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ MCCB ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്തതാണ് ന്യൂട്രൽ ലിങ്ക് ആൻഡ് എർത്ത് ലിങ്ക്. ഇത് രണ്ടും ഒരു സ്മോൾ പീസ് ഓഫ് മെറ്റൽ ആണ്. ഓക്കെ, മെറ്റാലിക് പീസ് ആണ്. എർത്ത് ലിങ്ക് നമ്മൾ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് എർത്തിലേക്ക് കൊടുക്കും. അതേപോലെ ന്യൂട്രൽ ലിങ്കിൽ നമ്മൾ എല്ലാ ന്യൂട്രലും ലിങ്ക് കോമൺ ആയിട്ട് ന്യൂട്രൽസും കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഗ്രൗണ്ടിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അപ്പൊ ഇതാണ് കോമ്പണൻസ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലെ, അതായത് മീറ്റർ ബോർഡിലെയും ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലെയും കോമ്പണൻസ്. ഇനി അതിന്റെ സർക്യൂട്ട് കണക്ഷൻ നമുക്ക് നോക്കാം. അപ്പൊ സർക്യൂട്ട് കണക്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സർവീസ് ലൈനിൽ നിന്നും വരുന്ന ഫേസും ന്യൂട്രലും. ഓക്കെ, സർവീസ് ലൈനിൽ നിന്ന് വരുന്ന ഫേസും ന്യൂട്രലും നമ്മൾ നേരെ എനർജി മീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്നു. ഡയറക്റ്റ് ആയിട്ട് എനർജി മീറ്ററിലേക്കാണ് കൊടുക്കുക. ഈ എനർജി മീറ്ററിന് ഫേസും ന്യൂട്രലും എടുക്കും. എന്നിട്ട് ഫേസ് ഒരു ഫ്യൂസ് വഴി നേരെ നമ്മൾ മെയിൻ സ്വിച്ചിലേക്ക് കൊടുക്കും. ന്യൂട്രൽ ഡയറക്റ്റ് ആയിട്ട് മെയിൻ സ്വിച്ചിലേക്ക് കൊടുക്കും. അപ്പൊ മെയിൻ സ്വിച്ചിൽ നമ്മൾ പറഞ്ഞു ഫ്യൂസും അതേപോലെ മെയിൻ സ്വിച്ചും ഫ്യൂസും കൂടി ഒരുമിച്ച് ഉണ്ടാവാറുണ്ടെന്നും നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മുടെ മീറ്റർ ബോർഡിലുള്ള കോമ്പണന്റ്, എനർജി മീറ്റർ, ഫ്യൂസ്, മെയിൻ സ്വിച്ച്. ഓക്കെ, അങ്ങനെ നമ്മൾ മെയിൻ സ്വിച്ചിലെത്തി. ഇനി മെയിൻ സ്വിച്ചിൽ നിന്ന് നമ്മൾ ഫേസും ന്യൂട്രലും എടുത്തിട്ട് നേരെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് കൊടുക്കും. ഇനി ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലുള്ള കണക്ഷൻ നോക്കാം. അപ്പോൾ മെയിൻ സ്വിച്ചിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഫേസും ന്യൂട്രലും നേരെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലെ RCCBയിലേക്കാണ് കണക്ട് ചെയ്യുക. അപ്പോൾ RCCB നമ്മൾ പറഞ്ഞു അല്ലെ, റെസിഡ്യുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, ഈ RCCB നിന്ന് ഔട്ട് എടുത്തിട്ട് നേരെ നമ്മൾ ഐസൊലേറ്ററിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഐസൊലേറ്ററിൽ നിന്നും നമ്മൾ ഫേസ് വയർ നേരെ MCBയിലേക്കും ന്യൂട്രൽ വയർ ന്യൂട്രൽ ലിങ്ക് വഴി MCBയിലേക്ക് കണക്ട് ചെയ്യുന്നു. എല്ലാ MCBയിലുള്ള ന്യൂട്രൽ ലിങ്കും കമ്പൈൻ ചെയ്ത് കോമൺ ആയിട്ടാണ് ന്യൂട്രൽ ലിങ്കിലേക്ക് കൊടുക്കുന്നത്. ഫേസ് വയർ എല്ലാ MCBയിലേക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി MCB തന്നെ നമ്മൾ ലോഡിനനുസരിച്ചിട്ടാണ് MCB ഉപയോഗിക്കുന്നത്. 6 ആംപിയർ ഉണ്ട്, 16 ആംപിയർ ഉണ്ട്, 20 ആംപിയർ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഫാൻ ഒക്കെ ആണെങ്കിൽ 6 ആംപിയർ MCB ആണ് ഉപയോഗിക്കുക. AC ഒക്കെ ആണെങ്കിൽ ഹൈ ലോഡ് ഉള്ളതാണെങ്കിൽ 16 or 20 ആംപിയർ ഒക്കെയാണ് MCBക്ക് ഉപയോഗിക്കുക, MCB ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ സർക്യൂട്ട് കണക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഫ്ലോ ഡയഗ്രാം നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് അതിന്റെ കണക്ഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇന്റേണൽ വയറിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം, അതായത് മീറ്റർ ബോർഡിലെയും അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലെയും കോമ്പണൻസ് ഏതൊക്കെയാണ്. അതായത് നമ്മൾ ഇന്റേണൽ വയറിങ്ങിൽ സപ്ലൈ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. അതായത് നമ്മളെ പോളിൽ നിന്നും, അതായത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്നും വന്നിട്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പോസ്റ്റിൽ എത്തിയിട്ട് അല്ലെങ്കിൽ പോളിൽ എത്തിയിട്ട് അവിടെ നിന്ന് ആ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അവിടെ മീറ്റർ ബോർഡും അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡും 2 പാനൽ ബോർഡ് ഉണ്ട്. ആ ബോർഡിലുള്ള കോമ്പണൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സിംഗിൾ ഫേസിൻ്റെതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. 3 ഫേസിൻ്റെ നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതേ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കണക്ഷൻ നിങ്ങളുടെ വീടിലെ കണക്ഷനൊക്കെ ഒന്ന് നോക്കുക. പഴയ കണക്ഷൻ ആണെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ വീട്ടിലൊന്ന് ഒബ്സർവ് ചെയ്യുക. സ്വാഭാവികമായിട്ട് ഞാൻ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക്കൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലുള്ള സംഗതികളൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നതായി. ഇപ്പോൾ MCBs, ഐസൊലേറ്റേഴ്സ്, മെയിൻ സ്വിച്ച്, ഫ്യൂസ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, വീട്ടിലൊന്ന് പോയി നോക്കുക. വയർ ഞാൻ പറഞ്ഞ പോലെ പോളിൽ നിന്ന് 35 മീറ്ററിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ പോളിൽ നിന്ന് ഇത് വരുന്നത്, അല്ലെങ്കിൽ സർവീസ് ലൈൻ വന്നിട്ട് ഇതിലേക്കുള്ള കണക്ഷനൊക്കെ ഒന്ന് നോക്കുക, ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. നന്നായിട്ടൊന്ന് നോക്കുക, നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കുക.